അടവീതരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശകരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശകരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ. തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. 100-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കും. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവം എന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവനെ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും അതിലേറെ കരുതുകയും ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും കേൾക്കുകയും ഞങ്ങളുടെ സങ്കടയാചനകൾക്കും അപേക്ഷകൾക്കും കണ്ണുനീരിനും നിലവിളിക്കും തക്ക സമയത്ത് ഉത്തരം നൽകുന്നതുമായ മഹാപരിശുദ്ധനും നീതിമാനും സർവശക്തനും നല്ലവനും മനസ്സലിവുള്ളവനും കാരുണ്യവാനും ആയ ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, ഈ ലോകത്തെ മുഴുവനായിട്ട് നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിലുള്ള എല്ലാ മനുഷ്യരെയും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാനാ തരത്തിലുള്ള രോഗികൾ ഇതിലുണ്ടല്ലോ കർത്താവേ. പലതരത്തിലും ഭാരപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരും ഉണ്ട് കർത്താവേ. കോവിഡ് എന്ന മഹാവ്യാധിയാൽ കഷ്ടപ്പെടുന്നവരുണ്ട് ദൈവമേ. പലരും കർത്താവെ മരണം വഴിയായി നിങ്ങളിലേക്ക് ചേർക്കപ്പെട്ടു ദൈവമേ. അവരെ കുറിച്ച് ഒക്കെയും വിഷമിച്ച് കരയുന്ന അവരുടെ വേണ്ടപ്പെട്ടവരുണ്ട് കർത്താവേ. ഭർത്താവിന് ഭാര്യയെ നഷ്ടപ്പെട്ടവരുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു, മക്കൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരുടെ മുഖം ഒരു നോക്ക് പോലും കാണാനിടയില്ലാതെ ഓരോരുത്തരും വിഷമിക്കുന്നു കർത്താവേ. ദൈവമേ, മനസ്സലിയണേ കർത്താവേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ. പലരുടെയും ജോലി നഷ്ടപ്പെട്ടു. മുന്നോട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ, ഭാവി ഇരുളടഞ്ഞതായി തോന്നുമ്പോൾ, ദൈവമേ, സർവാശ്വാസവും നൽകുന്ന നീ അല്ലാതെ ആശ്വസിപ്പിക്കാൻ മറ്റാരുമില്ല കർത്താവേ. വഴി നടത്തുന്നവൻ നീ ആകിയാലും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതുപോലെ ഓരോ വിദ്യാർത്ഥികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലരുടെയും വിദ്യാഭ്യാസം മുടങ്ങി നിൽക്കുന്നു കർത്താവേ. അവരും മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു. എടുത്തിരിക്കുന്ന ലോണുകളൊക്കെ അടച്ചു തീർക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നു ദൈവമേ. കടഭാരത്താൽ വിഷമിക്കുന്നവരുണ്ട്, ഒരു ഭവനമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് കർത്താവേ. ഞങ്ങൾ ഇനി എവിടെ പോയി താമസിക്കും എന്ന് പറയുന്നവരുണ്ട് കർത്താവേ. അതുപോലെ ദൈവമേ, പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും മൂലം
കർത്താവെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു. ചുഴലിക്കാറ്റ് മൂലം ഭാരപ്പെടുന്ന അനേകർ കർത്താവെ, അനേകരുടെ വീടുകൾ നഷ്ടപ്പെട്ടു, അനേകർ വിഷമിക്കുന്നു കർത്താവെ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുന്നു കർത്താവെ. വിടുതലും സൗഖ്യവും ആശ്വാസവും പ്രത്യാശയും ധൈര്യവും എല്ലാവർക്കും ദൈവം നൽകി കൊടുക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരുടെ വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സ്വന്തം ചുമലിലേറ്റി അതിഭാരത്തോടെ നിലവിളിക്കുവാൻ തക്കോണം ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. മരുഭൂമിയിൽ നീരുറവ തുറക്കുവാൻ ശക്തനായവൻ നീ മാത്രമേ ഉള്ളൂ കർത്താവേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നിന്നെ താങ്ങും. ആ വചനത്തിൽ, മഹത്തരമായ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. എന്റെ ഉള്ളം കയ്യിൽ നിന്നെ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എന്റെ മുമ്പാകെ ഇരിക്കുന്നു. എന്നാൽ ചെയ്ത ദൈവമേ, നിങ്കിലേക്ക് ഞങ്ങൾ ചേർന്ന് വരിക കർത്താവേ. ദൈവേഷ്ടമായാലും ഒരു സൗഖ്യം തരുവാൻ കർത്താവേ മനസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു മനസ്സുണ്ട് കർത്താവേ. ദൈവത്തിന് ഒരു ഇഷ്ടമുണ്ട് കർത്താവേ. കാത്തിരുന്ന് 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 ഞങ്ങൾ പ്രാർത്ഥിക്കുക. തക്ക സമയത്ത് നീ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദൈവമായ യഹോവേ, അവിടുന്ന് സൗഖ്യമാക്കുന്നവൻ എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഉറച്ച പ്രാർത്ഥനയോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ഈ ജീവിതയാത്രയിൽ മുന്നേറുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ നീ അനുഗ്രഹിച്ച് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോകം മുഴുവൻ യേശുവിന്റെ നാമം ഉയർത്തിപ്പിടിക്കുവാൻ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നു എന്ന് പറയുവാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. കഷ്ടപ്പെടുന്ന ഈ ഒരു രോഗം, മഹാവ്യാധി മൂലം, കൊറോണ രോഗം മൂലം കർത്താവേ, ഈ ഒരു കോവിഡ് രോഗം മൂലം കർത്താവെ കഷ്ടപ്പെടുന്ന ജനങ്ങളെ പരിപാലിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കുന്ന എല്ലാവരെയും നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അവർക്കൊക്കെ ഈ ദൈവമേ നല്ല മനസ്സ് കൊടുത്തതിനായിട്ട് സ്തോത്രം. അവരുടെ സമയവും അവരുടെ ആരോഗ്യവും ഒക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ തക്കവണ്ണം അവർക്ക് മനസ്സ് കൊടുത്തതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവരെ ആരെയും തള്ളിക്കളയല്ലേ, ഉപേക്ഷിക്കല്ലേ കർത്താവേ. അവരെയൊക്കെ അനുഗ്രഹിച്ച് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അനേകർ ഈ ഒരു പരിപാലനത്തിൽ കർത്താവെ അനേകർ മരണം വഴിയായി എടുക്കപ്പെട്ടു കർത്താവേ. എന്നാൽ ദൈവമേ, അവിടെ വേണ്ടപ്പെട്ടവരെ എല്ലാം നീ കരുതിക്കോണേ കർത്താവേ, നീ താങ്ങിക്കോണേ കർത്താവേ. നിന്റെ ഉള്ളം കയ്യിൽ അവരെയൊക്കെ വഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ഒരു രോഗവിമുക്തി നേടിയ ലോകമെന്ന് പറയുവാൻ തക്കോണം എന്റെ അപ്പച്ചൻ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. ഞങ്ങളുടെ ആരുടെയും കുറവുകളൊന്നും ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. മഹാകാരുണ്യവാനായ ദൈവം, പരമകാരുണ്യവനായ ദൈവം, മനസ്സരിയുള്ള ദൈവം, ഈ ഒരു വിഷയത്തിന്മേൽ ഇടപെടണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. ദൈവമേ, പിശാചിന്റെ സകല തന്ത്രവുമായ പോരാട്ടങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ വിടുവിച്ച് രക്ഷിച്ചുകൊള്ളണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധവും വിലയേറിയതുമായ പുണ്യാഹരത്താലും കൃപയാലും അഭിഷേകത്താലും വചനത്താലും ആത്മാവിനാലും തിരുക്കരങ്ങളാലും ക്രൂശിനാലും പരിശുദ്ധാത്മാഗ്നിയഭിഷേകത്താലും പരിശുദ്ധാത്മ ഗുണഫലങ്ങളാലും പ്രവർത്തന പ്രവൃത്തികളാലും ധൈര്യത്താലും ആലോചനയാലും ബുദ്ധിയുപദേശത്താലും ദൈവത്തിന്റെ ദിവ്യ കാരുണ്യത്താലും ദിവ്യ നടത്തിപ്പിനാലും മഹാശക്തിയാലും നീട്ടിയ ഭുജബലത്താലും അവിടുത്തെ സൗഖ്യത്തിന്റെ അഭിഷേക ശക്തിയാലും എല്ലാവരും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യവർഗത്തെയും അവിടുന്ന് കഴുകി ശുദ്ധീകരിച്ച് നിറച്ച് പൊതിഞ്ഞു നിർത്തി യേശുവിന്റെ രക്തം പുരട്ടിയ ക്രൂശിനാൽ എല്ലാവരെയും മുദ്രയിട്ട് ഉടമ്പടി ചെയ്ത് യേശുവിന്റെ രക്തം പുരട്ടിയ സ്ലീബ നാട്ടി യേശുവിന്റെ രക്തമാംസവും വചനാത്മാവും ചന്ദ്രനൊഴുക്കിയ രക്തജലവും എല്ലാവരുടെയും ഉള്ളിലിരുന്ന് ആത്മാവിന്റെ ശരീരത്തിന്റെ സൗഖ്യം കൊടുത്ത് വിശുദ്ധി കൊടുത്ത് ജീവനും രക്ഷയും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. യേശുവിന്റെ രക്തം പുരട്ടിയ സ്ലീബ നാട്ടി സുരക്ഷാവരണം എല്ലാവരെയും ധരിപ്പിച്ച് സംരക്ഷണ മുദ്രയാൽ എല്ലാവരെയും മുദ്രയിട്ട് സർവായുധവർഗം എല്ലാവരെയും ധരിപ്പിച്ച് സകല ആന്തരിക ബാഹ്യ അവയവങ്ങളുടെയും ആത്മാവിന്റെയും പ്രാണന്റെയും എല്ലാ നിയമ ഉടമ്പടിയും മുദ്രയിടിയിലും കടിഞ്ഞാണ്ട് കാക്കലും ഒക്കെ അപ്പച്ചം ചെയ്ത് പഞ്ചേന്ദ്രിയങ്ങളെ ഒക്കെ കടിഞ്ഞാണ്ടിട്ട് കാത്ത് ആത്മീയ ജീവിതയാത്രയിൽ ദൈവമുള്ള ഭൗതിക ജീവിതയാത്രയിൽ മുന്നേറുവാൻ ആവശ്യമായ ദൈവിക സംരക്ഷണവും സുരക്ഷിതത്വവും ഇന്ദ്രിയജയവും അവിടുത്തെ കരുതലും കാവലും സൂക്ഷിക്കും കൂട്ടും കൂട്ടായ്മയും സഹായവും സഹകരണവും ദീർഘായുസ്സും ആരോഗ്യവും ബലവും ശക്തിയും സുഖവും സൗഖ്യവും എല്ലാവർക്കും കൊടുക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ അനർത്ഥത്തിൽ നിന്നും, മഹാവ്യാധിയിൽ നിന്നും, വരാൻ പോകുന്ന വലിയ അനർത്ഥത്തിൽ നിന്നും, കർത്താവെ മഹാമാരിയിൽ നിന്നും എല്ലാം ഞങ്ങളെ നീ വിടുവിച്ച് രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ന്യായവിധിയും ശിക്ഷാവിധിയും ഞങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകുവാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ഞങ്ങളെ വിട്ടുപോകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാമാരിയും ഭൂകമ്പവും ക്ഷാമവും ഒക്കെ വരുമ്പോൾ, ഇതൊക്കെയും ഞങ്ങൾക്ക് നേരിടുമ്പോൾ ഒരു രക്ഷിതഗണമായിട്ട് ഞങ്ങൾ ശേഷിച്ചിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ മുദ്രയിട്ട് കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാവരെയും നീ മുദ്രയിട്ട് വേർതിരിച്ച് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നും അടുക്കാതെ വണ്ണം ദൈവം കോട്ടയായി, കരുതലായി, കാവലായി, സൂക്ഷിപ്പായി ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാവേ. ഉപവാസവും പ്രാർത്ഥനയും നോമ്പും തിരുവചനവും തിരുവത്താഴവും വിശ്വാസവും പ്രത്യാശയും സ്നേഹവും സൽപ്രവൃത്തികളും സൽഗുണപൂർണതയുള്ളവരായി ഇതൊക്കെയും മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥമായ യഹോവ ഭയഭക്തി ഉള്ളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദയയുള്ളവരായി, വിശ്വസ്തരായിട്ട്, വിശ്വാസത്തിൽ തികഞ്ഞ പ്രവൃത്തിയുള്ളവരായിട്ട്, സ്നേഹപ്രവൃത്തിയിലും വിശ്വാസത്തിൽ തികഞ്ഞ പ്രവൃത്തിയിലും മുന്നിട്ട് നിൽക്കുവാനും, കർത്താവെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഒരുങ്ങി നിൽപ്പാനും, യഥാർത്ഥമായ യഹോവ ഭയഭക്തി ഉള്ളിലുള്ളവരായി ജീവിപ്പാനും ഈ ലോകത്തിലുള്ള എല്ലാവരെയും ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ആരുടെയും കുറവുകളൊന്നും ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികളായ ഞങ്ങളോട് കരുണ കാണിക്കണം. മഹത്വവും മാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ദൈവം എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എളിയ പ്രാർത്ഥനയെ കേട്ട് ഉത്തരം നൽകുമാറാണമേ നല്ല പിതാവേ. മാർത്തോമാ സഭയുടെ പരസ്യാരാധനാ ക്രമത്തിലെ 89 പേജിലുള്ളതായ ലുത്തിനിയ പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ്. പിതാക്കന്മാർ എഴുതി നമ്മുടെ ആത്മീയ ജീവിതത്തിനു വേണ്ടി നൽകിയിരിക്കുന്നതായ ഈ ലുത്തിനിയ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഓരോ വരിയും ഞാനിവിടെ ചൊല്ലുമ്പോൾ ഇത് ശ്രവിക്കുന്നവർ, കാണുന്നവർ, കേൾക്കുന്നവർ ശാന്തമായിരുന്ന ഓരോ വരിയും എന്റെ പിന്നാലെ ഒരു പ്രാർത്ഥന എന്ന വണ്ണം വിശ്വാസത്തോടെ ഏറ്റുചൊല്ലണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ അനുതാപത്തിൽ നീ സന്തോഷിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ അനുതാപത്തിൽ നീ സന്തോഷിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ രോഗികളെ നീ സ്വസ്ഥതപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ രോഗികളെ നീ സ്വസ്ഥതപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ നീ പരിഹരിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ നീ പരിഹരിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ക്ഷാമവും വസന്തയും നീക്കിക്കളയണമേ. ഞങ്ങളുടെ കർത്താവേ, ക്ഷാമവും വസന്തയും നീക്കിക്കളയണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളിൽ നിന്ന് ക്രോധ വഴികളെയും കഠിന ശിക്ഷകളെയും ദൂരീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളിൽ നിന്ന് ക്രോധ വഴികളെയും കഠിന ശിക്ഷകളെയും ദൂരീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളിൽ നിന്ന് നിഗളത്തെയും അഹങ്കാരത്തെയും മാറ്റിക്കളയണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളിൽ നിന്ന് നിഗളത്തെയും അഹങ്കാരത്തെയും മാറ്റിക്കളയണമേ. ദാവീദിന്റെ പുത്ര, ഞങ്ങളെ കേൾക്കണമേ. ദാവീദിന്റെ പുത്ര, ഞങ്ങളെ കേൾക്കണമേ. കന്യകമറിയാമിന്റെ പുത്ര, ഞങ്ങളെ ചെവിക്കൊള്ളണമേ. കന്യകമറിയാമിന്റെ പുത്ര, ഞങ്ങളെ ചെവിക്കൊള്ളണമേ. ലോകത്തിന്റെ പാപത്തെ നീക്കിക്കളയുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ലോകത്തിന്റെ പാപത്തെ നീക്കിക്കളയുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി പോരയ്ക്കുമോ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ,
തിരുവചനത്തിന്റെ ധ്യാനത്തിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയം കഫർന്നഹൂമിൽ വെച്ച് ചെയ്തതായ ഒരു അദ്ഭുത പ്രവൃത്തിയെയാണ് ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. പക്ഷാഘാതം പിടിച്ചതായ ഒരു രോഗിയെ സൗഖ്യമാക്കുന്നതായ സംഭവം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 2 മുതൽ 8 വരെയും, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിലും ഈ സംഭവം വിവരിച്ചിരിക്കുന്നതായിട്ട് നാം കാണും. പാരലൈസ്ഡ് പേഴ്സൺ. ഇന്നത്തെ ലോകത്തിന്റെ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ പാരലൈസ്ഡ് ആയിട്ടുള്ള, പക്ഷാഘാതം പിടിച്ച് തളർവാദം പിടിച്ചവരെ പോലെയുള്ളതായ ഒരു സ്ഥിതിയാണ് ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പാരലൈസ്ഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇൻകേപ്പബിൾ ഓഫ് മൂവ്മെന്റ്. അനങ്ങുവാൻ നിവൃത്തിയില്ലാതെ, നടക്കുവാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്നതായ ഒരു അവസ്ഥ. അൺഏബിൾ ടു മൂവ്. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും സ്തംഭിച്ചു പോകുന്നതായ സ്ഥിതി, മരവിച്ചു പോകുന്നതായ ഒരു സ്ഥിതി. ലോകത്തെ ആകമാനമായി ഈ ഒരു ചിന്ത പ്രായോഗികമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം ഇപ്പോൾ കോവിഡിന്റെ ഈ പ്രത്യേക രോഗമാണ്. അതിൽ നിന്ന് എങ്ങനെ അതിജീവിച്ചു വരാൻ സാധിക്കുമെന്ന് ഏവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു സമൂഹത്തിന് മധ്യത്താണ് നാമും ജീവിക്കുന്നത്. കേരളത്തിലും കേരളത്തിന് പുറത്തും നോർത്ത് ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഇത് വളരെ പ്രയാസകരമായ സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വചനം പറയുമ്പോൾ കോവിഡ് രോഗത്തിന്റെ അനുഭവം മാത്രമല്ല, ഏത് ജീവിത പ്രതിസന്ധിയെയും നേരിടുവാൻ എന്താണ് ആവശ്യമെന്ന ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കഫർന്നഹൂമിലാണല്ലോ ഈ സംഭവം നടന്നത്. അതിന്റെ കൂടുതലായിട്ട് വിശദാംശങ്ങൾ പറയുവാൻ ഈ വീഡിയോ ക്ലിപ്പിലൂടെ സാധിക്കുകയില്ല. ഈ രോഗത്തെ എങ്ങനെ ദൈവവിശ്വാസത്തോട് ചേർന്ന് അതിജീവിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ ജീവിത പ്രയാസങ്ങളെ എങ്ങനെ വിശ്വാസത്തോട് ചേർന്ന് അതിജീവിക്കുവാൻ സാധിക്കും എന്നത് മാത്രമാണ് ഇന്ന് എന്റെ ചിന്താവിഷയം. തളർവാദ രോഗം പിടിച്ചു കിടന്നതായ ഒരു മനുഷ്യൻ കഫർന്നഹൂമിന് സമീപം ഉണ്ടായിരുന്നു. അവന് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവൻ പ്രതിസന്ധിയിൽ കിടന്നപ്പോൾ കുറഞ്ഞത് ഇവിടെ പറയുന്നത് 4 സുഹൃത്തുക്കൾ അവനുണ്ടായിരുന്നു. ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ, ഈ കാലഘട്ടത്തും ജീവിതത്തിന്റെ കാലഘട്ടങ്ങളെയൊക്കെ പരിശോധിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ എന്താണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത് പഠിക്കുവാനായിട്ട് സാധിക്കും. തളർവാദ രോഗിയും യേശുക്രിസ്തുവും അതിനോട് ചേർന്ന് 4 ആൾ സംഘവും ഭവനത്തിന്റെ ഉടമസ്ഥനും ഒക്കെ ഇവിടെ ഒരു ദൈവ നന്മയുടെ പ്രവർത്തനത്തിനു വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ കർത്താവ് വലിയൊരു സൗഖ്യം നൽകുന്നതായിട്ട് നാം വായിക്കുകയാണ്. ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: തളർവാദ രോഗി രോഗം പിടിച്ച് ക്ഷീണിച്ചു കിടക്കുകയാണ്, എങ്കിലും അവൻ ദൈവികമായി ഒരു ഭാഗ്യം സിദ്ധിച്ചത് വ്യക്തിയാണ്. The paralytic was a fortunate. അതിന് അദ്ദേഹം പറയുന്ന ഒരു കാരണമുണ്ട്. ഇവൻ തളർവാദ രോഗിയായി കിടന്നെങ്കിലും ഇവന് 4 ഉത്തമ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. There were 4 friends, sincere friends for him. രോഗമൊന്നുമില്ലെങ്കിലും ശാരീരികമായിട്ടുള്ള മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിലും നല്ല സുഹൃത്തുക്കൾ ലോകത്തില്ലെങ്കിൽ
അത് കഷ്ടകരമായിട്ടുള്ള ഒരു ജീവിതമാണ്. ഒരു കുടുംബത്തിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാവരുമുണ്ട്, എങ്കിലും സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മ ആ ഭവനത്തിൽ ഇല്ല എങ്കിൽ ആ ഭവനത്തിലെ ജീവിതം വളരെ ദുഷ്കരമായിട്ടുള്ള ജീവിതമാണ്. ഇവിടെ ഈ മനുഷ്യൻ പക്ഷാഘാതം പിടിച്ച് കിടക്കുമ്പോഴും അവനെ സഹായിക്കുവാൻ, സ്നേഹിക്കുവാൻ, കരുതുവാൻ ഒരുപക്ഷെ തന്റെ രക്തബന്ധത്തിൽ ഇല്ലാത്തതായ എന്ന് ചിന്തിക്കാം നമുക്ക് 4 ആളുകൾ അവനുണ്ടായിരുന്നു. സോ ഹി വാസ് എ ഫോർച്യുനേറ്റ്. അവൻ ഭാഗ്യം സിദ്ധിച്ചവനാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. കോവിഡിന്റെ രോഗത്തിന്റെ കാലഘട്ടത്തിലാകട്ടെ, ഏത് കാലഘട്ടത്തിലാകട്ടെ, നമ്മുടെ വിശ്വാസം നാം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിലൂടെയാണ്. Our right relationship with people and God will determine the quality of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും നന്മ അറിയുന്നത് നേരായിട്ടുള്ള ഒരു ബന്ധം, സ്നേഹമസൃണമായിട്ടുള്ള കരുണയുടെ ഒരു ബന്ധം, പരസ്പരം കൈകോർത്ത് പിടിച്ചിരിക്കുന്ന ദൈവിക അനുഭവം, അതിലൂടെയാണ് സൗഖ്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ അഹന്തയും അഹങ്കാരവും തന്നിഷ്ടങ്ങളും തൻകാര്യങ്ങളും മാറ്റിവെക്കാം. കോവിഡ് നമ്മളെ പഠിപ്പിക്കുന്നതായ ഒരു പാഠം അതും കൂടിയാണ്. രോഗികളായിത്തീർന്നാൽ എല്ലാവരും രോഗികൾ തന്നെയാണ്. അത് ജാതിയില്ല, മതമില്ല, മറ്റ് ധനമുള്ളവരോ ധനമില്ലാത്തവരോ എന്നുള്ള വ്യത്യാസമില്ല. രോഗി എപ്പോഴും രോഗി തന്നെയാണ്. അവിടെ കൈത്താങ്ങലോടെ പരസ്പരം പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ 4 ആൾ സംഘം അവര് they had the right vision. ഈ മനുഷ്യനെ സഹായിക്കണം എന്നുള്ള വലിയ ചിന്ത ഉണ്ടാകുമ്പോൾ എവിടെയാണ് അവനെ കൊണ്ടുപോകേണ്ടതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ദിശ തെറ്റാത്തതായ ഒരു ബന്ധമാണ് അവിടെ കാണുന്നത്. യേശുവിലേക്ക് അവനെ കൊണ്ടുപോകുവാനായിട്ട് അവർ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. വിശ്വാസവും നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തിയും എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫെയ്ത്ത് ആൻഡ് വർക്ക്, വിശ്വാസവും പ്രവൃത്തിയും എങ്ങനെയായിരിക്കണം. വിശുദ്ധനായ യാക്കോബിന്റെ ലേഖനത്തിൽ അതിനെപ്പറ്റി നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് ശരിയായിട്ടുള്ള വിശ്വാസമല്ല. ഈ 4 ആൾ സംഘത്തിന്റെ വിശ്വാസം കണ്ടിട്ടാണ് യേശു ഈ പക്ഷാഘാതം പിടിച്ചു കിടന്ന ഈ മനുഷ്യനെ സൗഖ്യമാക്കുവാൻ തീരുമാനിച്ചത് എന്ന് യേശു തന്നെ പറഞ്ഞു. അവരുടെ വിശ്വാസം പ്രാർത്ഥനയിലും വിശ്വാസ പ്രഖ്യാപനങ്ങളിലും സ്വാന്തന വാക്കുകളിലും മാത്രം ഒതുങ്ങി നിന്നില്ല. ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് പോകുന്ന പ്രവൃത്തിയിലൂടെ വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരനുഭവമാണ് കാണുന്നത്. വേദപുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രവൃത്തിയും വിശ്വാസം ഒരുപോലെ ഇരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിനും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് ഇവരുടെ വിശ്വാസം വളരെ മാതൃകാപരമായിട്ടുള്ള വിശ്വാസമാണ്. ഏത് പ്രതിസന്ധിയിലും ഒന്നിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുവാൻ നമുക്ക് ശ്രമിക്കണം. ഇവിടെ 3 ആസ്പെക്ട് അത് കാണുന്നു. 1, ഫെയ്ത്ത് ഇൻ ആക്ഷൻ, വിശ്വാസം പ്രവൃത്തിയിലൂടെ അവർ കാണിക്കുകയാണ് ചെയ്യുന്നത്. 2, ഫെയ്ത്ത് ഇൻ ഡിറ്റർമിനേഷൻ, തീരുമാന ശക്തിയിലൂടെയുള്ള വിശ്വാസം കാണിക്കുകയാണ്. അവർ ഒന്നിച്ചു ചേർന്ന് വിശ്വാസത്തിന്റെ ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോകണം. ഏത് തടസ്സങ്ങളും നേരിട്ടാലും അതിനെയൊക്കെ അതിജീവിച്ച യേശുവിന്റെ അടുക്കൽ കൊണ്ടുചെല്ലും എന്ന് തീരുമാനിക്കുകയാണ്. ഫെയ്ത്ത് ഇൻ ആക്ഷൻ, ഫെയ്ത്ത് ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് ഡിസിഷൻ, ജീവിതത്തിൽ തീരുമാനങ്ങളുടെ ഉറപ്പ് അവിടെ കാണുകയാണ് ചെയ്യുന്നത്. ഫെയ്ത്ത് ഇൻ യൂണിറ്റി എമംഗ് ദംസെൽസ്, അവരിലുള്ള ഒന്നിച്ചുള്ള ഐക്യതയിലുള്ളതായ ഒരു വിശ്വാസം, ഒരു പരസ്പര വിശ്വാസത്തിലൂടെ ദൈവവിശ്വാസത്തെ കാണുന്ന അനുഭവമാണ്.
എ ടീം വർക്ക്. ഒരു കുടുംബജീവിതം ഇങ്ങനെയായിരിക്കണം. ഒരാൾക്കൊരു രോഗം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ, സഹോദരങ്ങൾ ഒരാൾക്ക് ക്ഷീണം വരുമ്പോൾ മറ്റു സഹോദരങ്ങൾ ചേർന്ന് ഒന്നിച്ചു നിന്ന് ദൈവശക്തിയിൽ പ്രവർത്തിക്കുന്ന അനുഭവം എന്റെ ജീവിതത്തിലും ഇത് അനുഭവമായിട്ട് വരുന്നു എന്ന് പ്രത്യേകം പറയട്ടെ. രോഗങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. എന്റെ അടുത്തിരിക്കുന്ന എന്റെ സഹധർമ്മിണിക്ക് രോഗപ്രയാസമുണ്ട്, എനിക്ക് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചത് ഒന്നിച്ചുള്ളതായ കൈകോർത്ത് നിൽക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആളുകളുടെ, ഇടവക ജനങ്ങളുടെ, മറ്റാളുകളുടെ പ്രാർത്ഥനയുടെയും കൈത്താങ്ങളുടെയും ബലത്തിലാണ് ഞങ്ങൾ നിന്നത്. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യങ്ങൾ വന്നപ്പോൾ അനേകർ ഞങ്ങളെ സഹായിച്ച ദൈവത്തിന്റെ കൃപയിൽ നിർത്തിയത് കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. മനുഷ്യ ജീവിതം വിശ്വാസത്തിന്റെ ദൃഷ്ടിയിൽ അപ്രകാരമാണെങ്കിൽ സൗഖ്യങ്ങൾ ധാരാളമായിട്ടും ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നതായിട്ടും കാണുവാൻ സാധിക്കും. എന്നോടൊപ്പം പഠിച്ചതായ ഒരു പ്രിയ അച്ഛൻ മാർത്തോമാ സഭയിൽ ഇപ്പോൾ വളരെ അനുഗ്രഹകരമായിട്ടുള്ള സേവനം ഒരു ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛനാണ്. പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛന് ക്യാൻസർ രോഗം പിടിച്ചപ്പോൾ അദ്ദേഹത്തെ പല തവണ കാണുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വാട്സനേജിൽ പോയി ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, രോഗം എങ്ങനെയുണ്ട്, പ്രയാസം മാറിയോ അച്ഛ ചോദിച്ചു. അച്ഛനെടുത്ത് എന്നോട് പറഞ്ഞ ഒരു കാര്യം വളരെ വളരെ മാർമികമായിട്ട് സത്യമാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് രോഗം വന്നു, കഠിനമായിരുന്നു. എന്നാൽ ഞാനും കൊച്ചമ്മയും 2 മക്കളും ഞങ്ങള് 4 പേർ ചേർന്നാണ് ഈ രോഗത്തെ നേരിട്ടത്. എന്റെ രോഗം, എന്റെ പ്രയാസം അവരും കൂടെ പങ്കിട്ടപ്പോൾ എന്റെ രോഗം ഇല്ലാതെ ആയി പോകുന്ന സാഹചര്യം. ഞങ്ങൾ ഒന്നിച്ച് കൈകോർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നപ്പോൾ ദൈവാത്ഭുതം പ്രവർത്തിച്ചു എന്ന് പ്രിയച്ഛൻ എന്നോട് പറഞ്ഞ അനുഭവം ഇത് അനേകരുടെ ജീവിതത്തിൽ അനുഭവമാകാം. ദൈവത്തിന്റെ ജനമേ, ലോകം വല്ലാത്ത സ്ഥിതിയിലിരിക്കുമ്പോഴെങ്കിലും മനസ്സു തുറന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നിച്ചു നിൽക്കുവാൻ സാധിക്കണം. ഒരു ഭവനത്തിൽ 2 പേരുണ്ടെങ്കിൽ, 3 പേരുണ്ടെങ്കിൽ, 4 പേരുണ്ടെങ്കിൽ, 5 പേരുണ്ടെങ്കിൽ, ഒരു ഇടവകയിൽ ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ നമ്മൾ തന്നിഷ്ടക്കാരായി ജീവിക്കാൻ വേണ്ടിയല്ല, പിന്നെയോ ക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നിച്ചു നിൽക്കുവാൻ സാധിക്കണം. ഫെയ്ത്ത് ഇൻ ആക്ഷൻ, ഫെയ്ത്ത് ഇൻ ഡിറ്റർമിനേഷൻസ് ആൻഡ് ഓൾസോ ഫെയ്ത്ത് ഇൻ യൂണിറ്റി എമംഗ് ourselves നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധിക്കണം. അപ്പോഴാണ് വിശ്വാസവും പ്രവൃത്തിയും ഒന്നിച്ചു പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഒരു പുതിയ മനോഭാവം രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്താണ് പുതിയ മനോഭാവം? ഈ 4 ആൾ സംഘത്തിനുണ്ടായിരുന്ന ഒരു പുതിയ മനോഭാവം എന്താണ്? ലവ് ഹു ഈസ് ലെസർ ദാൻ അസ്. നമ്മേക്കാൾ പല രീതിയിൽ കുറഞ്ഞ ആളുകളെ എന്ന് പറയുമ്പോൾ, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യമില്ലാത്ത ആളുകൾ, നമുക്ക് പണമുണ്ടെങ്കിൽ പണമില്ലാത്ത ആളുകൾ, നമ്മുടെ ജീവിത സാഹചര്യമുണ്ടെങ്കിൽ സാഹചര്യങ്ങളില്ലാത്ത ആളുകൾ, ആരോ ആയിക്കോട്ടെ, അവരോടുള്ള പ്രത്യേകമായ ഒരു സ്നേഹം, അവരോടുള്ള പ്രത്യേകമായ ഒരു കരുതൽ, ഒന്നിച്ചു നിന്നവരെ സഹായിക്കുന്ന ഒരു അനുഭവം. ഏത് മനുഷ്യ ജീവിതത്തിൽ ആർക്കാണ് എപ്പോൾ സഹായം വേണ്ടതെന്ന് പറയുവാൻ സാധ്യമല്ല. പണമെല്ലാം കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ചില നിമിഷങ്ങൾ കൈവിട്ടു പോകുന്ന നിമിഷങ്ങൾ വരാം. എന്നാൽ അവിടെ പരസ്പര സ്നേഹവിശ്വാസങ്ങളിലും കരുതലിലുമാണ് നാം നിൽക്കേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് നാം ഓർക്കണം. അവിടെ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് കഫർന്നഹൂമിലെ ഭവനത്തിലിരുന്നപ്പോൾ കണ്ടു മേൽപ്പുര ഒളിച്ച് ഇറങ്ങി വരുന്നതായ ഒരു കട്ടിൽ. അതിന്റെ പിന്നിലെ വിശ്വാസത്തിന്റെ ധൈര്യവും സ്ഥൈര്യവും ഐക്യതയുടെയും സ്നേഹത്തിന്റെയും തീരുമാനശക്തിയുടെയും ആ ഒരു ദൈവകൃപയും കർത്താവിന് ദർശിക്കുവാൻ സാധിച്ചപ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ സൗഖ്യം നടക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മതാന്തത ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു, മതാന്തത നിറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. അതൊന്നുമല്ല കർത്താവ് നോക്കിയത്. കർത്താവ് നോക്കിയത് 4 പേരുടെ വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏത് പ്രതിസന്ധിയും നേരിടുവാൻ യേശുള്ള വിശ്വാസം, യേശുവിന് മാത്രമേ സൗഖ്യം നൽകുവാൻ അധികാരമുള്ളൂ,
അവകാശമുള്ളൂ, അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് പ്രശ്നത്തെയും അതിജീവിക്കാം. കോവിഡ് രോഗം വരുമോ എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. വന്നാലും വന്നില്ലെങ്കിലും വിശ്വാസം നിൽപ്പാൻ, അത് അതിജീവിപ്പാൻ, ശക്തിയോടെ നിൽപ്പാൻ സഹായിക്കണം. ഒരു ഭവനത്തിൽ വന്നാൽ എല്ലാവരും സ്നേഹത്തോടെ കരുതലോടെ നിൽക്കുമ്പോൾ അതിനെ കൃപയോടെ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം അപ്രകാരം അനുഗ്രഹത്തോടെ ജീവിപ്പാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ.